ഗുഡ് മോർണിംഗ് മൈ ഡിയർ കിഡ്സ്. വെൽക്കം ടു മൈ കിഡ്സ് ഗാർഡൻ. എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളാണെങ്കിൽ ഇന്ന് പുതിയൊരു സബ്ജക്റ്റായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത്രയും ദിവസവും നമ്മളാണെങ്കിൽ മാത്സിൻ്റെ നമ്പേഴ്സാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ഒരു ഫൺ ആക്ടിവിറ്റിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് എ മുതൽ എച്ച് വരെ പഠിച്ചിരുന്നു. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഓർമ്മയുണ്ടോ എ മുതൽ എച്ച് വരെ? അത് വെച്ചിട്ടുള്ളൊരു ഫൺ ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്കിക്കേ. നമ്മൾ എ മുതൽ എച്ച് വരെ എഴുതിയിട്ടുണ്ട്. നമ്മൾ സീക്വൻസ് വെച്ച് അതിൻ്റെ ലെറ്റേഴ്സ് എങ്ങനെ എഴുതേണ്ടതെന്ന് നല്ലതുപോലെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തോ ചെയ്യുക, ഇത് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ആദ്യം നിങ്ങൾ എന്തോ ചെയ്യുക, എ മുതൽ എച്ച് വരെ നല്ല വൃത്തിയായി എഴുതി പഠിക്കുക. സ്മോൾ ലെറ്റേഴ്സ് ആണേ. എ മുതൽ എച്ച് വരെ നല്ല വൃത്തിയായിട്ട് എഴുതി പഠിച്ചതിന് ശേഷം എന്തോ ചെയ്യുക, നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ കയ്യിൽ എന്ത് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിലും ആ സാധനങ്ങൾ കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോഴേ നമ്മൾ കുഞ്ഞുമക്കൾ നല്ലതുപോലെ പഠിക്കുകയുള്ളൂ. ഓക്കെ ആണോ? പിന്നെ അതുപോലെ നിങ്ങൾ എപ്പോഴും റിവൈസ് ചെയ്യണം. ഈ സ്മോൾ ലെറ്റേഴ്സ് നിങ്ങൾ എഴുതി പഠിക്കുമ്പം ക്യാപിറ്റൽ ലെറ്റേഴ്സ് മറന്നു പോകരുത്. മനസ്സിലായോ? ക്യാപിറ്റൽ ലെറ്റേഴ്സും റിപ്പീറ്റായിട്ട് എഴുതി പഠിക്കണം, എന്നാലേ നിങ്ങൾക്ക് മറക്കാതിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ സ്മോൾ ലെറ്റേഴ്സ് എഴുതപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സ്മോൾ ലെറ്ററും ക്യാപിറ്റലും മിക്സ് ആവും. ഓക്കെ, അങ്ങനെ ആവരുത്. ഓക്കെ, ഇപ്പം ഇന്നത്തെ എൻ്റെ ഈ ഫൺ ആക്ടിവിറ്റിയിൽ നിങ്ങളുടെ കണക്കത്തെ ഒരു കുഞ്ഞ് കൂട്ടുകാരിയും കൂടെ ഉണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ നിങ്ങൾ എഴുതി പഠിക്കുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.